പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാവരും കേട്ടിട്ടുള്ള മുരുടേശ്വർ ടെമ്പിളാണ്. കർണാടകയിൽ ശരിക്കും അത് മുരുടേശ്വർ എന്ന് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ്, മുരുടേശ്വർ. കുറേ നാളുകളായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ കർണാടകയിൽ ഒരു ആവശ്യത്തിന് പോയപ്പോഴത്തേക്കും അവിടെ ഒന്ന് കയറി കണ്ടിട്ട് പോരാമെന്ന് വെച്ചു. നമ്മൾ സ്വീകരിക്കുന്നത് അവിടുത്തെ ഈ ഗോപുരം തന്നെയാണ്. ആ ഗോപുരത്തിലേക്ക് ഞങ്ങളൊന്ന് കയറാൻ നിൽക്കുകയാണ്. 18 നിലയുടെ മുകളിലേക്ക് ലിഫ്റ്റുണ്ട്. അപ്പോൾ ആ ലിഫ്റ്റിന് ഞങ്ങളിങ്ങനെ വരി നിൽക്കുകയാണ്. അറബിക്കടലിൻ്റെ തീരത്താണ് ഇതിൻ്റെ സൃഷ്ടി വന്നിരിക്കുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ കാലാവസ്ഥ മഴയുടെ നല്ലൊരു കാലാവസ്ഥയുടെ ആ ഒരു സമയത്താണ് ചെല്ലുന്നത്. അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്നൊരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിറയെ കാറ്റാണ്. അതൊരു പ്രത്യേക ഒരു വൈബാണ് അത് കാണാൻ. നമ്മളിതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ട കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക എന്നതിൻ്റെതിനേക്കാളും ഈ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ എത്തുവാനുള്ളൊരു മനസ്സുണ്ടാവുക, അത് നേരിട്ട് കാണുക എന്നുള്ളൊരു ഫീലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ വീഡിയോകൾ ചെയ്തിടുന്നത്. അപ്പോൾ ഇതിനെല്ലാം കണ്ട് ആസ്വദിച്ച് അവിടെ ഒരു തേനീച്ചക്കൂട്ടമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുക ചെയ്തത്, ഈ നല്ല കാറ്റൊക്കെ ഇളകിയാലൊക്കെ ഇങ്ങനെ പറയുക. ഇത് കണ്ടോ, കറക്റ്റ് ഞങ്ങളങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് വലിയൊരു മഴ വന്നു. നല്ല ആരവം തീർത്ത പറയാതെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സൗന്ദര്യത്തോടു കൂടി ഞാൻ മഴ കണ്ടിട്ടില്ല. 2 ഗോപുരവാതിലിൽ കൂടി ഇങ്ങനെ വിശറി അടിച്ച് ആ മഴത്തുള്ളികൾ അകത്തേക്ക് കയറുന്നുണ്ടാകുന്നൊരു വൈബുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ആ ഇതിൻ്റെ അകത്ത് നമ്മൾ നനഞ്ഞു. അത് മഴയെന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ആ എന്താ പറയുക, ജലകണികകളിങ്ങനെ കാറ്റത്തിങ്ങനെ വന്ന് അടിച്ച് കയറുന്ന വലിയൊരു വൈബിലാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാലാവസ്ഥയിലാണ് ഞങ്ങളവിടെ എത്തിയത്. നല്ല കാലാവസ്ഥ മഴയുള്ളപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത് കാണാനാണ്. കാരണം അവിടെ വേനൽക്കാലത്ത് നമുക്ക് അസഹ്യമായിരിക്കും, അവിടുത്തെ ചൂട് നമുക്ക് സഹിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, 18ാമത്തെ നിലയിലേക്ക് ഞങ്ങളുടെ ലിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 8 പേരെ മാത്രമേ കയറ്റുള്ളൂ. 8ഉം ആ ലിഫ്റ്റ് ഓപ്പറേറ്ററും കൂടി ചേർത്ത് 9 പേര്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. ഇത് 18ാമത്തെ നിലയിൽ അവിടെ ചെന്നിട്ട് ഈ കാഴ്ച നമ്മൾ ഇങ്ങനെ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ആ കയറി നമ്മളവിടെ ചെല്ലുന്നു കഴിഞ്ഞിട്ട് 18 നിലയിൽ നിന്ന് നമ്മൾ ഈ അറബിക്കടലും മുരുടേശ്വർ ക്ഷേത്രവും മുരുടേശ്വർ സിറ്റിയും ഒക്കെ കാണുക. അതിൻ്റെ 4 വശത്തിലേക്കും അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ജനലുകൾ തുറന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഫോൺ വെളിയിലേക്ക് ഇട്ടൊക്കെ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫോൺ കയ്യിൽ നിന്ന് തെന്നിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനൊരു കുറച്ച് അഹങ്കാരപരമായിട്ട് ഞാനങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അത് ഒരു വീഡിയോ ചിത്രീകരണത്തിൽ എനിക്ക് കിട്ടാവുന്ന നല്ലൊരു വിഷ്വലിന് വേണ്ടിയിട്ട് തോന്നിയിട്ടു. അപ്പോൾ എൻ്റെ മനസ്സ് നല്ല ശ്രദ്ധയിലായിരുന്നു. 18ാമത്തെ നിലയിൽ നമുക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് കേട്ടോ, ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ഈ ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ മുരുടേശ്വര ക്ഷേത്രം കാണാൻ പറ്റും. ഇന്ത്യയിലെ ശിവ പ്രതിഷ്ഠകളിൽ വെച്ച് മൂന്നാമത്തെ സ്ഥാനമാണ് ഈ ശിവപ്രതിഷ്ഠയ്ക്ക്. ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുരുടേശ്വർ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറയുടെ മുകളിലാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഒരു മുട്ടക്കുന്ന്, അതിൻ്റെ പൂർണ്ണമായിട്ടും അത് അറബിക്കടലിലേക്ക് തള്ളിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് കരയുണ്ടായിരുന്ന ആ പോർഷനിലാണ് ഇതിൻ്റെ ഈ ഗോപുരം വന്നിരിക്കുന്നത്. കണ്ട, അതിൻ്റെ മുകളിൽ നിന്ന് മുരുടേശ്വർ ക്ഷേത്രം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് വിഷ്വലൈസേഷൻ കിട്ടും. ഇതാണ് മുരുടേശ്വർ ക്ഷേത്രം. അതിൻ്റെ എൻട്രൻസ്, കാർ പാർക്കിംഗ് ഏരിയകൾ വളരെ മനോഹരമാണ്. അതിൻ്റെ കാണാനൊക്കെ അതിൻ്റെ പച്ചപ്പും കാര്യങ്ങളൊക്കെ മനോഹരമാണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ, പറയാതെ വയ്യ. ഈ ആൾക്കാർ അവിടെ ഒന്നും ഒരു വേസ്റ്റുകളും വലിച്ചെറിഞ്ഞ് കാണുന്നത് വളരെ മനോഹരമായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഞങ്ങളങ്ങനെ തിരിച്ചറിഞ്ഞതാണ്. ഇനിയുണ്ടല്ലോ നമുക്കവിടെ കുറേ കാഴ്ചകൾ കാണാനായിട്ട്. പെട്ടെന്ന് ലിഫ്റ്റ് വളരെ സ്പീഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, വളരെ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കാതെ നിർത്തിയേക്കുന്നൊരു കെട്ടിടം പോലെയാണ് പകൽ തോന്നുന്നത്. പക്ഷേ അതിന് മറ്റൊരു വൈബുണ്ട്. അതെന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആകുമ്പോൾ പറയാം.
ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ ഗോപുരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ എൻട്രൻസ്, അതിൻ്റെ അകത്തുകൂടിയുള്ളൊരു എൻട്രൻസ് എന്ന് പറയുന്നത് ഈ മുരുടേശ്വർ ഇതിൻ്റെ എന്ന് വെച്ചാൽ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല, അതിനിപ്പുറത്തായിട്ട് മറ്റൊരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ അകത്തേക്കുള്ളതാണ് ആ പ്രവേശനം. ശരിക്കും ശിവൻ്റെ അടുത്തേക്ക് പോകുന്നത് നമ്മൾ ആ ഗോപുരത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വലതുവശത്തുകൂടി ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിലൂടെ കാറിൽ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. അല്ല, നല്ല മനോഹരമായിട്ട് ഭജന പാടുകയാണ്. കുറേ നേരം നിന്നത് ആസ്വദിച്ചു. നല്ല രസമാണ് അതിൻ്റെ അവിടുത്തെ ആ ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പന രസമാണ്. അതിൻ്റെ ഗോപുരങ്ങൾക്കൊക്കെ സ്വർണ്ണ കളർ കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ കാഴ്ചപ്പാടുകൾ. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്നുകിൽ റോഡ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് വഴിയോ നമുക്ക് ഈ മുരുടേശ്വർ എന്ന് പറയുന്ന അഥവാ നമ്മുടെ ശിവൻ്റെ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോകത്തെ 3ാമത്തെ വലിയ സ്റ്റാച്യു ആണ്. അവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഏകദേശം ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭൂമിയുടെ ഘടന നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും. ഇവിടെ ശിവൻ്റെ ഒരു പ്രതിമയുണ്ട്, ശിവൻ്റെ തലയിൽ കയറിയിരിക്കുന്ന ഒരാൾ. അത് ഇതുവരെ നമ്മുടെ കഥകളിൽ കേൾക്കാത്തതും നമ്മൾ വായിക്കാത്തതായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ശിവൻ്റെ അടുത്തേക്ക് പോകാൻ ഇങ്ങനെ പുറയിൽ കൂടി റൗണ്ട് ചെയ്തൊരു റോഡ് പോകുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വൃത്തിയൊന്നുമില്ല. അവിടെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അവിടെയൊക്കെ എന്താ പറയുക, മറ്റൊരു ലോകം പോലെയാണ് തോന്നുന്നത്. അവിടെ പിന്നെ നമ്മുടെ ഇതുണ്ട്, അവിടെ നമ്മുടെ കൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്നതിൻ്റെ നല്ലൊരു ദൃശ്യാവിഷ്കാരം കൂടി അവിടെയുണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ ശിവക്ഷേത്രത്തിൻ്റെ ശിവപ്രതിമയുടെ മുന്നിലെ കാഴ്ചയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ ആ 18 നിലയും അതിന് മുകളിലേക്കുള്ള നമ്മുടെ ആ സ്തൂപവും എന്ന് വെച്ചാൽ നമ്മൾ ക്ഷേത്ര മണ്ഡപവുമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമുക്കൊരു 10 രൂപ കൊടുത്താൽ മതി. ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് 10 രൂപ കൊടുത്താൽ ഇല്ല, നമ്മൾ പറഞ്ഞില്ല, മറ്റേ ലിഫ്റ്റേ കയറാൻ ഒരാൾക്ക് 20 രൂപ കൊടുക്കണേ. ഇത് ശരിക്കും ആ ശിവൻ്റെ പ്രതിമയുടെ അകത്തേക്കുള്ള എൻട്രൻസാണ്. അത് കയറി കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ്. വളരെ ആർട്ടിസ്റ്റിക് മൈൻഡിലാണ് എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഹിന്ദു ദൈവങ്ങളുടെ സർവ്വ മിത്തുകളും ഉള്ളവർ അവിടെയുണ്ട്. പിന്നെ ഇതൊന്നും എടുത്തു പറയണം, അവിടുത്തെ എയർ സർക്കുലേഷൻ നല്ല കൂളിംഗ് സിസ്റ്റമാണ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു കാലാവസ്ഥപരമായിട്ട് സുഖം തോന്നുന്ന ഒരു കാലാവസ്ഥയാണ്. ആ റൗണ്ട് മുഴുവനും ഇങ്ങനെയുള്ള നമ്മുടെ ഹിന്ദു ബിംബങ്ങളുടെ ഹിന്ദു മിത്തുകളുടെ എന്താ പറയുക പ്രതിമകൾ സൃഷ്ടിച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അവയെ കാണാനും നമുക്കൊരു പ്രത്യേക ഭംഗിയാണ്. നോക്കിയേ, അതിൻ്റെ ആ ഇരിപ്പും രീതി ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. അപ്പോൾ അതിൻ്റെ കഥകളവിടെ കന്നഡ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് പാട്ടായിട്ടും കഥാരൂപത്തിലൊക്കെ അതിൻ്റെ അകത്ത് ശബ്ദവിന്യാസവും അവർ ഒരുക്കിയിട്ടുണ്ട്. നമുക്കത് മനസ്സിലാവുന്നില്ല. പക്ഷേ രസമാണ്, നമുക്കിത് കണ്ട് ആസ്വദിച്ച് നമുക്ക് നടക്കാമല്ലോ, പുറത്തേക്കൊക്കെ പോരാനൊക്കെ പറ്റും. 10 രൂപ കൊടുത്താൽ മതി. 10 രൂപയാണ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ഹൈറ്റ്. എന്ന് വെച്ചാൽ 10 രൂപയാണേലും അനേകർ വന്ന് കയറുമ്പോഴത്തേക്കും കിട്ടുന്നത് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് അവർക്ക് കളക്ട് ചെയ്ത് അതൊന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പുറത്തേക്ക് ഇറക്കാം. അവിടെ നമുക്കൊരു കുറച്ച് നേരം വിശ്രമിക്കാനൊക്കെയുള്ള അവിടെയൊക്കെ ഇരിക്കാം. അവിടെ തറയിൽ കിടക്കുവാനൊന്നും ഒരു സമ്മതിക്കില്ല. അവിടെ കുറച്ച് നേരമൊക്കെ നമുക്കൊന്ന് ഇരുന്നൊന്ന് റെസ്റ്റ് എടുത്ത് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോയ്ക്കൊന്നും ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. പല വിനോദ കേന്ദ്രങ്ങളിലും ചെയ്യുന്നതാണ്. എല്ലാം ഒരുക്കി വെച്ചിട്ട് ഫോട്ടോഗ്രാഫി നിരോധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ചെയ്യുന്ന തെറ്റാണ്. കാരണം എല്ലാവരും യാത്ര ചെയ്യുന്നത് ഒരു ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും കൂടെ വന്ന ഒരു സന്തോഷം ഫോട്ടോയിൽ കൂടി പങ്കിടാനൊക്കെയാണ്. അപ്പോൾ ആ സന്തോഷം ഇവർ തിരിച്ചറിയുന്നുണ്ട്. ഇവർ അതിനൊന്നും ബില്ലിങ് കാണിച്ചിട്ടില്ല, അല്ല കുറവ് കാണിച്ചിട്ടില്ല. ഒരു സമ്മതമില്ലായ്മയില്ല, എല്ലാത്തിനും ആ ഒരു ഫ്രീഡമുണ്ട്. നമ്മുടെ ഒരു ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് അവിടെയുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അവിടെ ശിവൻ അലങ്കൃതമല്ല, ഇപ്പം എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ശിവനെ മര്യാദയ്ക്ക് കാണാനെത്തില്ല. പിന്നെ ഈ ദൂരെ കണ്ട അത് മനോഹരമായൊരു ശില്പഘടനയാണ് കേട്ടോ. ഗീതോപദേശം അർജുനന് കൊടുക്കുന്നതും ആ രഥവും കുതിരകളും അവിടെ അതിന് ചെറിയൊരു സംഗീതമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് അതിൻ്റെ നല്ലൊരു വിഷ്വലൈസേഷൻ കിട്ടുക. ആ സ്റ്റെപ്പ് തുടങ്ങുന്നത് നോക്കൂ.
ഇവിടെ മുതലാണ് ഈ ഗോപുരം എന്തിനാണ് പെയിൻ്റ് അടിക്കാതെ നിർത്തിയിരുന്നത് എന്നുള്ള ഒരു കാഴ്ച നമുക്ക് തിരിച്ചറിവ് കിട്ടുന്നത് ഇവിടെ മുതലാണ്. അവിടെ മുതൽ മേലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ മഴ വന്നു, ശക്തമായ മഴയാണ് പെയ്തത്. ആ മഴ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുന്നിലെ പ്രതിമ കാണുന്നത്. അതാണ് RN ഷെഡ്ഡി. RNS എന്ന് പറഞ്ഞ അനേക സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ. ഇദ്ദേഹം ഒരു ബിസിനസ്മാനായിരുന്നു. ശരിക്കും മുരുടേശ്വർ മനുഷ്യൻ, മുരുടേശ്വർ മാൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ആ മഴയത്ത് അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തിയത്. ശരിക്കും ഇദ്ദേഹം നിൽക്കുന്ന അടുത്ത് നിന്നുകൊണ്ട് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഗോപുരം ഉണ്ടല്ലോ, ആ ഗോപുരത്തിൻ്റെ കാഴ്ച ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഗോപുരത്തിന് നല്ലൊരു വിഷ്വൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കടലിലേക്കായിട്ട് ഒരു ചായ കുടിക്കാനുള്ളൊരു ഒരു റിക്രിയേഷൻ കേന്ദ്രം ഇവിടെ കിട്ടുന്നു. ചിലപ്പോൾ കേരളത്തിലേക്ക് ഇതിന് അനുവാദം കൊടുക്കുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ഇത് കർണാടകയിൽ അവരതിന് അനുവാദം കൊടുത്തു. ഇത് കടലിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. കടലിൽ നിന്ന് പില്ലറടിച്ച് കയറ്റി കടലിലാണ് ഈ റെസ്റ്റോറൻറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതുണ്ട് ഡോക്ടർ RN ഷെഡ്ഡി. അദ്ദേഹത്തെക്കുറിച്ച് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമേ. ഇവിടെ ഇരുന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ്. നമുക്ക് അറബിക്കടലിൻ്റെ ആരവങ്ങൾ കേട്ട് കണ്ട അറബിക്കടലിലേക്കാണ് അത് തുറന്നിരിക്കുന്നത്. നമുക്ക് അറബിക്കടലിൻ്റെ ആരവങ്ങൾ കേട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് നല്ലൊരു ചായ കുടിക്കാം. ഐസ്ക്രീമുണ്ട്, ചെറിയ സ്നാക്സൊക്കെ ഉണ്ട്. ഇച്ചിരി വില കൂടുതലൊക്കെ ഉണ്ട്, അത് സാരമില്ല. അതിൻ്റെ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ടവർ കാണണം. അതൊരു മനോഹരമായ ചാരുതയാണ്. ശരിക്കും മുരുടേശ്വരിലേക്ക് പോകുന്നവർ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3:30 ശേഷം അവിടെ എത്തുക, ടവറിൽ കയറുക, കാഴ്ചകൾ കാണുക. എന്നിട്ട് ഇതുപോലെ ഈ രാത്രിയിൽ ഇത് കണ്ടിട്ട് ഇവർ പോകുന്ന പോലെ മടങ്ങിപ്പോകാൻ ശ്രമിക്കുക. ഒരിക്കലും തിരക്ക് പിടിക്കരുത്. മുരുടേശ്വരിലേക്ക് വരുമ്പോൾ തിരക്ക് പിടിക്കരുത്. ഏറ്റവും നല്ലത് മൂകാംബികയെ രാവിലെ പോയി അവിടെ നിന്ന് ഒരു ഉച്ചയോടുകൂടി പുറപ്പെട്ടു വൈകിട്ട് ഒരു 4:30 ഇവിടെ എത്തി, അല്ലെങ്കിൽ ഒരു 3:30 എത്തി ഇത് കണ്ട് രാത്രിയിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷത്തോടുകൂടി മടങ്ങും. ഓക്കെ, അപ്പോൾ സന്തോഷമായില്ലേ? ദെൻ സൈനിങ് ഓഫ് സായിപ്പൂത്തോട്ട്. ഓക്കെ.